അപ്പോൾ നമ്മുടെ PLL സീരീസിൽ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലെ നമ്മളെ 9ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോർണർ പീസ് സോൾവ് ആണ്, ഈ കോർണർ പീസും സോൾവ് ആണ്, ഈ രണ്ട് കോർണർ പീസുകൾ സോൾവ് അല്ല, പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡ് പീസുകളും സോൾവ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ സോൾവ് ആയി കിടക്കുന്ന കോർണർ പീസ് ലെഫ്റ്റ് സൈഡ് ആക്കി പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പൊസിഷൻ മനസ്സിലാവും. ഈ ഓറഞ്ച് യെല്ലോ ഓപ്പോസിറ്റ് വരും, അതായത് ഇവിടേക്ക് വരും, ഇവിടെയുള്ള റെഡ് ആൻഡ് യെല്ലോ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഒരു സ്വാപ്പ് നേരൊരു ലൈനായി. അതേപോലെ ഈ കോർണർ പീസ് ഓറഞ്ച് ഗ്രീൻ യെല്ലോ ഈ പീസ് ഇവിടേക്ക് വരും, ഇവിടെയുള്ള ഓറഞ്ച് ബ്ലൂ യെല്ലോ പീസ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ്. അതേപോലെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ്, ഇതും തമ്മിൽ സ്വാപ്പ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ആയി കിടക്കുന്നത് കോർണേഴ്സ് ലെഫ്റ്റ് സൈഡ് പിടിച്ചു വെച്ചിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് എഫ് R2 യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ യു ആർ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവ് ആവും. അപ്പോൾ നമ്മുടെ PLL അൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് പഠിക്കുക. ഈ ഒരു പൊസിഷനിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഈ അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും. വീണ്ടും നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക. ഈ ഒരു അൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് വളരെ സ്പീഡായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ PLL അവതരിപ്പിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ആവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.